നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഇതാ പുറത്തായിരിക്കുന്നു. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു പഠന റിപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ, ഒരു അന്വേഷണ റിപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടും സെൻസറിങ്ങിന് വിധേയമായിട്ടാണ് പുറത്തിറങ്ങിയത് എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം. സ്വകാര്യതയെ മാനിക്കണം, അല്ലെങ്കിൽ പലരുടെയും സ്വകാര്യതയെ ബാധിക്കാനിടയുണ്ട് എന്ന ഒരു കാരണം മുൻനിർത്തിക്കൊണ്ട് വിവരാവകാശ കമ്മീഷനും സർക്കാരും കോടതിയുമെല്ലാം പറഞ്ഞതുപോലെ ചില പേജുകൾ എഡിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ അത് പുറം ലോകത്തേക്ക് വരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇതിൽ കുറേയധികം കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ആദ്യമായി കേൾക്കുന്നതല്ല. സിനിമാ രംഗത്ത് കാസ്റ്റിംഗ് കോച്ചുണ്ട്, നടിമാരുടെ ഹോട്ടൽ മുറിയിലേക്ക് അതിക്രമിച്ച് കയറുന്ന നടന്മാരുണ്ട്, അവിടെ ലഹരി പാർട്ടികളുണ്ട്, മദ്യം വലിയ രീതിയിൽ ഒഴുകുന്ന ഒരു പ്രദേശമാണ് ഈ സിനിമാ സെറ്റുകൾ എന്ന് പറയുന്നത്. ആദ്യമായി അവസരങ്ങൾ കിട്ടണമെങ്കിൽ അതിന് പല രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളും നടത്തേണ്ടി വരും. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന നടിമാർക്ക് വലിയ രീതിയിലുള്ള സ്വീകാര്യത ഇൻഡസ്ട്രിയിലുണ്ട്. ഏതെങ്കിലും തരത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചാൽ ഇൻഡസ്ട്രിയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള സംവിധാനങ്ങൾ ഇൻഡസ്ട്രിക്കകത്തുണ്ട്. ഇതൊന്നും ആർക്കും അറിയാത്ത കാര്യങ്ങളൊന്നുമല്ല. ഇതെല്ലാം നേരത്തെ തന്നെ സമൂഹത്തിൽ ചർച്ചാ വിഷയമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വരേണ്ടിയിരുന്ന ഒരു കാര്യം, ഇതൊക്കെ ആരോട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിൽ നിയമപരമായ നടപടിക്ക് സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. ദൗർഭാഗ്യവശാൽ ഇതിന് ഉത്തരങ്ങളെല്ലാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് രഹസ്യമാക്കി വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആർക്കെതിരെയും നടപടികൾ എടുക്കുക അസാധ്യവുമാണ്. പക്ഷേ ഒരു കാര്യം സർക്കാരിന് ഉറപ്പിക്കാമായിരുന്നു. ആ മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, ഗുരുതരമായ സ്ത്രീവിരുദ്ധ പ്രവർത്തനങ്ങൾ, സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ, അതെല്ലാം തീർച്ചയായും അക്കമിട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിൽ അതീവ ഗുരുതരമായി നടന്ന കുറ്റകൃത്യങ്ങളെങ്കിലും പുറത്തു കൊണ്ടുവരാനും പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാനുമുള്ള ആർജവം പിണറായി വിജയൻ സർക്കാർ കാണിക്കണമായിരുന്നു. പക്ഷേ സിനിമാ മേഖലയിലെ ചില ആളുകളെ സർക്കാരും ഭയക്കുന്നു എന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. ഏറ്റവും രസകരമായ മറ്റൊരു കാര്യം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പറയുന്ന ഒരു പവർ ഗ്രൂപ്പിനെ കുറിച്ചാണ്. 15 അംഗ പവർ ഗ്രൂപ്പാണ്. മലയാളത്തിലെ ഒരു പ്രമുഖനായ നടനാണത്രേ ഇതിന് നേതൃത്വം നൽകുന്നത്. ഈ ഇംഗിതത്തിന് വഴങ്ങാത്ത നടിമാരെ, അല്ലെങ്കിൽ അതിൽ പ്രതിഷേധിക്കുന്ന ആളുകളെ, ഇവരെയൊക്കെ തെരഞ്ഞുപിടിച്ച് ഇൻഡസ്ട്രിയിൽ നിന്നും മാറ്റി നിർത്താനായി പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ നടത്തുന്ന ഒരു ഗ്രൂപ്പാണ് ഈ 15 അംഗ പവർ ഗ്രൂപ്പ്. ഈ പവർ ഗ്രൂപ്പിനെ തൃപ്തിപ്പെടുത്താത്തവർക്കാർക്കും മലയാള സിനിമാ മേഖലയിൽ പിഴച്ചു പോകാൻ വലിയ പാടാണ് എന്നുള്ളതാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നത്. ചുരുങ്ങിയ പക്ഷം ഈ തെറ്റുകാരായിട്ടുള്ള 15 പേരിൽ ആരൊക്കെയാണ് എന്നെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ മുൻനിർത്തിക്കൊണ്ട് സർക്കാരിന് കണ്ടെത്താമായിരുന്നു. ഇതിൽ ഗുരുതരമായ ഗൂഢാലോചനകളും കുറ്റകൃത്യങ്ങളും നടത്തിയിട്ടുള്ളവരെയെങ്കിലും ഒരു 5 പേരെയെങ്കിലും ആ ഒരു കുറ്റകൃത്യത്തിൻ്റെ പേരിൽ നിയമത്തിൻ്റെ മുന്നിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുവരാനുള്ള ആർജവം സർക്കാരിന് കാണിക്കാമായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ അത് നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി വരുന്ന സിനിമാ നയം ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കും എന്നാണ് സർക്കാർ പറയുന്നത്. പക്ഷേ അതെത്രമാത്രം പ്രായോഗികമാണ് എന്ന് കണ്ടു തന്നെ അറിയണം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് വന്നത്, സുപ്രീം കോടതിയിൽ സമസ്ത, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു സംഘടനയാണ് ഈ അടുത്ത കാലത്തായി, സമസ്ത ഒരു ഹർജിയുമായി പോയിട്ടുണ്ട്. അതായത് മുത്തലാഖ് നിരോധിച്ചിരിക്കുകയാണല്ലോ. മുത്തലാഖ് നടത്തിയാൽ ക്രിമിനൽ നിയമ നടപടികൾ നേരിടേണ്ടി വരും ആ കുറ്റവാളി. പക്ഷേ ഈ ക്രിമിനൽ നടപടിക്രമം അല്ലെങ്കിൽ ക്രിമിനൽ വൽക്കരണം പാടില്ലായിരുന്നു. കാരണം സുപ്രീം കോടതി നേരത്തെ തന്നെ ഈ മുത്തലാഖ് മൂലമുള്ള വിവാഹമോചനങ്ങളെ അംഗീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് അതിനെ ക്രിമിനലൈസ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് സമസ്ത ഹർജിയുമായി പോയത്. പക്ഷേ അതിന് തക്ക മറുപടി കേന്ദ്ര സർക്കാർ ഇന്ന് നൽകിയിട്ടുണ്ട് സത്യവാങ്മൂലമായി. അതായത് സുപ്രീം കോടതി ആ വിവാഹമോചനത്തെ അംഗീകരിച്ചില്ല എങ്കിൽ കൂടി അതിനുശേഷവും, ആ ഒരു വിധി വന്നതിന് ശേഷവും നിരവധി മുത്തലാഖുകൾ നടന്നു. അത് വിവാഹം എന്ന ഒരു സങ്കല്പത്തെ തന്നെ അട്ടിമറിച്ചു. മുസ്ലിം സ്ത്രീകളുടെ ജീവിതം അത് ദുരിതപൂർണമാക്കി. അങ്ങനെ അനേകരുണ്ട് ഭാരതത്തിൽ. ഇനിയും സൃഷ്ടിക്കപ്പെടാതിരിക്കാൻ ഇത്തരം നിയമനിർമ്മാണം ആവശ്യമാണ് എന്ന സത്യവാങ്മൂലമാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ സർക്കാർ സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും അടുത്ത കേസ് പരിഗണിക്കുന്ന സമയത്ത് സമസ്തയുടെ ഹർജി സുപ്രീം കോടതി എടുത്ത് തോട്ടിലെറിയുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കർണാടകയിലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. അതായത് കഴിഞ്ഞ ദിവസമാണ് കർണാടക മുഖ്യമന്ത്രിക്ക് ഒരു ഇരുട്ടടി എന്നോണം കർണാടക ഗവർണർ ഒരു അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകിയത്. ഈ പ്രോസിക്യൂഷൻ അനുമതി നൽകാൻ പാടില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇതൊരു കള്ളക്കേസാണെന്നും ഇതിനുള്ളിൽ കാര്യമായ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിദ്ധരാമയ്യ ഹൈക്കോടതിയെ ഇന്ന് സമീപിച്ചു. എന്തായാലും ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ്,
അദ്ദേഹത്തിനെതിരെ ഉയരുന്ന ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ, അതിന് ഗവർണർ നൽകിയ പ്രോസിക്യൂഷൻ അനുമതി, ഇതിലൊന്നും ഒരു കഥയുമില്ല എങ്കിൽ ആ നിമിഷം തന്നെ ഹൈക്കോടതി ഇത് സ്റ്റേ ചെയ്യേണ്ടതാണ്. പക്ഷേ ഹൈക്കോടതി അത് സ്റ്റേ ചെയ്തില്ല. കേസ് ഈ മാസം 29 മാറ്റിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ കർണാടക മുഖ്യമന്ത്രിയോട് യാതൊരു ദയവും കാണിക്കാൻ ഹൈക്കോടതിയും തയ്യാറല്ല എന്ന് പറഞ്ഞതോടുകൂടി സിദ്ധരാമയ്യയുടെ കസേര ആടി ഉലയുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.